സിനിമാ നടൻ മനോജ് കെ ജയൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മനോജ് കെ ജയൻ, താങ്കളെ ഏതൊക്കെ തരത്തിലാണ് MT സ്വാധീനിച്ചിട്ടുള്ളത്? ഇതിന്റെ തുടക്കത്തിൽ തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ് ശരിക്കും പറഞ്ഞാൽ പെരുന്തച്ഛൻ എന്ന സിനിമയിലേക്കുള്ള എനിക്ക് കിട്ടിയ ക്ഷണം. ഒരിക്കലും എന്നെ പോലും നടന് അന്ന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരവസരമാണത്. ഞാൻ വളരെ ചെറിയ കഥാപാത്രങ്ങളിലൂടെ സിനിമയിലേക്ക് വന്ന് നിൽക്കുന്ന കാലത്താണ് MT വാസു എന്ന സിനിമയിലേക്ക് ഒരു അവസരം. സാക്ഷാൽ MT സാർ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ അവിടെ എത്തുകയും ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. അത് വളരെ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു അവസരമാണ്. കാരണം എനിക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിട്ടുള്ള കാര്യമായതുകൊണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതിലേക്ക് വിളിച്ചപ്പോൾ. അങ്ങനെ അവിടെ എത്തി MT സാർ വന്നാൽ മാത്രമേ ഈ കഥാപാത്രത്തിൽ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ സാധിക്കൂ, അദ്ദേഹമാണ് തീരുമാനമെടുക്കുന്നത് പറഞ്ഞിട്ടാണ് പ്രൊഡ്യൂസർ എന്നെ വിളിച്ചത്. അദ്ദേഹം പ്രത്യേകം പറയുകയും ചെയ്തു, അദ്ദേഹം ഒരുപക്ഷെ ഇത് നിങ്ങളെ പറ്റില്ല എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരുമെന്നും പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഞാൻ കോട്ടയത്ത് നിന്ന് ട്രെയിൻ കയറി മംഗലാപുരത്ത് എത്തുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് പോയത്. ഒരുപക്ഷെ തിരിച്ചു വന്നാലും എനിക്ക് പറയാമല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായി. കാരണം ഇപ്പൊ എനിക്ക് പറയാമല്ലോ, എന്നെ ഒരു തവണ MT സാറിന്റെ സിനിമയിലേക്ക് വിളിച്ചിരുന്നു എന്ന് പറയാമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ സീൻ അഭിനയിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും ആദ്യം 1-2 ദിവസം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അദ്ദേഹം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷം അദ്ദേഹം വന്നു ഈ സീൻ അഭിനയിക്കുന്ന കണ്ട് എന്നെ തോളിൽ തട്ടി പറഞ്ഞു, മനോജ് നന്നായിട്ടുണ്ട്, നല്ല കഥാപാത്രമാണ്, ഇത് നന്നായി നോക്കി ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് യാത്രയാവുകയും ചെയ്തു. പിന്നെ അദ്ദേഹം സിറ്റിൽ വന്നിട്ടില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ മനസ്സിലൊരു നല്ല ഒരു ഇടം കണ്ടെത്തിയത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ മറ്റു 3 മികച്ച സിനിമകളിലെ മികച്ച തിരക്കഥകളിലേക്ക് എന്നെ ക്ഷണിക്കുകയുണ്ടായി. കാരണം നിങ്ങൾക്കറിയാം, 94 പരിണയം, 95 സുഹൃതം, 2010 കേരളവർമ്മ പഴശ്ശിരാജ, ഇങ്ങനെ 4 കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ എനിക്ക് ചെയ്യാൻ സാധിച്ചത് എന്റെ അഭിനയിച്ചതിൽ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. കാരണം എന്റെ തലമുറ, എന്റെ കുടുംബം, എന്റെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പറയാം, എന്റെ അച്ഛൻ MT സാറിന്റെ തിരക്കഥകളിൽ വരെ അഭിനയിച്ച് നടനായിരുന്നു എന്ന് പറയുന്നതാണ് എന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. ശ്രീ മനോജ് കെ ജയൻ, അദ്ദേഹം ആളുകളോട് വലിയ തോതിൽ അടുക്കാറുള്ള ആളല്ല, വളരെ പിശുക്കി വാക്കുകൾ ഉപയോഗിക്കുന്ന ആളാണ്. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ സിനിമാ സെറ്റിൽ കാണുമ്പോഴൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഇപ്പോൾ തന്നെ അഭിനന്ദിച്ചു പെരുന്തച്ഛനിലെ അഭിനയത്തിൽ എന്ന് പറയുകയുണ്ടായി. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ വലിയ ഭാഗ്യം സിദ്ധിച്ച കലാകാരനാണ് താങ്കൾ. MT വാസുദേവൻ നായർക്കൊപ്പം ഇത്രയധികം ചിത്രങ്ങളിൽ 4 സിനിമകളിൽ അഭിനയിക്കുവാൻ ഭാഗ്യം കിട്ടി, അതും മികച്ച കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആളാണ്. ഏത് തരത്തിലായിരുന്നു MT സെറ്റിൽ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരോട് ഇടപെട്ടുകൊണ്ടിരുന്നത്? അങ്ങനെ പൊതുവെ അധികം സംസാരിക്കാത്ത ആളാണ്. ഒരു വാക്കിലൊക്കെ ഒതുക്കി കളയും. ചിലപ്പോൾ ഒന്ന് തോളത്തുനിന്ന് പിടിക്കും, നമ്മളെ ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കും, ഒരു വാക്ക് സംസാരിക്കും, അദ്ദേഹം അങ്ങനെ യാത്രയാകും. അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളും അങ്ങനെ ഈ ഒരു സ്വഭാവ സവിശേഷത ഉള്ളതുകൊണ്ട് നമ്മൾ അധികം അടുക്കാൻ പോകാറില്ല. കാരണം ഒരു വലിയ ബഹുമാനത്തോടെ നമ്മൾ മാറി നോക്കി നിൽക്കുകയാണ് പതിവ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അടുത്തേക്ക് വിളിക്കുകയും ഒരു വാക്ക് സംസാരിക്കുകയും ചെയ്യും. പക്ഷെ ആ വാക്കിന് 1000 വാക്കിന്റെ അർത്ഥമുണ്ടായിരിക്കാം. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കാണുന്ന ഒരു സ്നേഹമുണ്ട്, അത് വാക്കുകൾക്കപ്പുറത്താണ്. നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവാത്സല്യം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പലപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അധികം എന്തിനു സംസാരിക്കുന്നു, ഒരു വാക്ക് പോരെ, വാക്കുകളുടെ ദൈവമല്ലേ അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. അപ്പൊ ചില മൂഡുകളിലൊക്കെ അദ്ദേഹം നല്ല മൂഡിലിരിക്കുകയാണ്, ഒരുപാട് സംസാരിക്കാറുമുണ്ട്. പഴശ്ശിരാജയുടെ സെറ്റിൽ തലക്കോണത്ത് വെച്ച് എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഏകദേശം 10-20 മിനിറ്റോളം എന്നോട് സംസാരിച്ചു. അങ്ങനെ ഒരുപാട് പഴയ കാര്യങ്ങളും ഈ പഴശ്ശിരാജയുടെ കഥയും ഒക്കെ എന്നോട് പറയുകയൊക്കെ ചെയ്തു. അപ്പൊ അതൊക്കെ വലിയ ഓർമ്മകളാണ്. എന്താ പറയാ, പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല.